എഫെസ്യർ 3:20 എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ശലോമോൻ രാജാവിന് യഹോവ രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചോളുക എന്ന് ദൈവം അരുളി ചെയ്തു. ശലോമോൻ പറഞ്ഞു, ഞാൻ ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. തന്റെ ജനത്തിന്റെ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ എന്ന് ഈ ചോദിച്ചത് കർത്താവിന് പ്രസാദമായി ദൈവവന് നൽകി. ചോദിക്കാത്തതായി സമ്പത്തും മഹത്വം കൂടെ നൽകുവാനിടയായി. ഹന്ന ദൈവത്തോടൊരു മകനെ ചോദിച്ചു. അതിനെ ദൈവസന്നിധി സമർപ്പിച്ചപ്പോൾ അതിനുശേഷം യഹോവ ഹന്നയെ കടാക്ഷിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും ദൈവം നൽകി. യാക്കോബിന് നേർച്ച നേർന്നു. ദൈവം കൂടെ ഇരുന്നവനെ വർദ്ധിപ്പിക്കുവാനിടയായി. യോഹന്നാൻ 16:24 പറയുന്നു, ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവശക്തനാകുന്നു. ആരെങ്കിലും സമാധാനം നഷ്ടപ്പെട്ടോ ജീവിതത്തിലെ ഏതെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ വേട്ടയാടുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലാം. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തയേശുവിൽ പൂർണ്ണമായും തീർത്തു തരുന്ന ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഓരോരുത്തരുടെയും വിഷയങ്ങളിൽ പ്രവർത്തിക്കുമാറാകട്ടെ. ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.